സേഫസ്റ്റ് മെഡിസിൻ ഫോർ മെൻസ്ട്രൽ പെയിൻ. പീരിയഡ്സിന്റെ വേദന സമയങ്ങളിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ഏതാണ്? എപ്പോഴാണ് മരുന്ന് കുടിക്കേണ്ടത്, എപ്പോൾ കുടിക്കാൻ പാടില്ല? ഇങ്ങനത്തെ പല സംശയങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ വീടുകളിൽ നിന്ന് ചെയ്യുന്ന ഇത്തരം ചികിത്സാ രീതിയിൽ ഏറ്റവും എഫക്റ്റീവായി തോന്നുന്ന ചികിത്സാ രീതി നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഇനി മരുന്നുകളുടെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞു. 3 മരുന്നുകളാണ് സ്വാഭാവികമായിട്ടും സേഫ് മെഡിസിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ഐബുപ്രൂഫൻ, 2 മെഫ്നാമിക് ആസിഡ്, 3 നാപ്രോക്സൻ. ഇതിൽ ഐബുപ്രൂഫൻ എന്ന് പറയുന്ന മെഡിസിൻ ഇത് ഫാസ്റ്റ് ആക്ടിംഗ് ആണ്. 20 മുതൽ 30 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ വേദന കുറയാനുള്ള സാധ്യതയുണ്ട്. നാപ്രോക്സൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞിട്ട് ആക്ഷൻ തുടങ്ങുള്ളൂ, പക്ഷെ ഇത് ലോങ് ആക്ടിംഗ് ആണ്. ഒരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഇതിന്റെ എഫക്ട് ഉണ്ടായിരിക്കും. അതായത് ഐബുപ്രൂഫൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ ആകുമ്പോഴേക്കും, 6 മണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വേദന വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നാപ്രോക്സൻ ആകുന്ന സമയത്ത് ദിവസം 2 നേരമൊക്കെ കുടിച്ചാൽ മതി. ഐബുപ്രൂഫൻ ആണെങ്കിലോ 3 നേരമോ 4 നേരമോ കുടിക്കേണ്ട ആവശ്യമായിട്ട് വരും. ഇനി ഐബുപ്രൂഫന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഐബുപ്രൂഫൻ പ്ലസ് പാരസിറ്റമോൾ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ അത്തരം മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമില്ല. ഐബുപ്രൂഫൻ മാത്രമാണ് ഇതിന് എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. അവിടെ പാരസിറ്റമോൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഈ മരുന്നുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉത്തരം കിട്ടും. കാരണം പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ കാരണമായിട്ടാണ് നിങ്ങളുടെ യൂട്രസ്, നിങ്ങളുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു ഭാഗം ചുരുങ്ങാനും അതിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകാനും ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത ഉണ്ടാകുന്ന സാധനം പ്രോസ്റ്റോഗ്ലാൻഡിനാണ്. ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻ ബ്ലോക്ക് ചെയ്യുന്ന ജോലിയാണ് ഈ ഐബുപ്രൂഫനും നാപ്രോക്സനും മെഫ്നാമിക് ആസിഡും ചെയ്യുന്നത്. പക്ഷെ പാരസിറ്റമോൾ ചുമ്മാ വേദന കുറയ്ക്കുക മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. സോ ഒന്നുകിൽ ഐബുപ്രൂഫൻ എടുക്കാം, അല്ലെങ്കിൽ നാപ്രോക്സൻ എടുക്കാം, അല്ലെങ്കിൽ മെഫ്നാമിക് ആസിഡ് എന്ന് പറയുന്ന ഒറ്റ ഡ്രഗ് മാത്രം എടുക്കാം. ഇനി രണ്ടാമത്തെ സംശയമുള്ളത് മെഫ്നാമിക് ആസിഡും പ്ലസ് ഡൈസൈക്ലോമിൻ. നിങ്ങൾക്കറിയാം മെഫ്റ്റാൽ സ്പാസ് എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. ഇതും ഒരിക്കലും ഈ മെൻസ്ട്രൽ പെയിൻ ഉള്ള സമയത്ത് കഴിക്കേണ്ട മരുന്നല്ല. പല ആളും അത് ഉപയോഗിക്കാറുണ്ട്. ഇത് ആന്റിസ്പാസ്മോഡിക് എഫക്റ്റ് ആണ് ഈ ഡൈസൈക്ലോമിൻ ഉള്ളത്. അത് നിങ്ങൾ വയറിൽ, നിങ്ങളുടെ ആമാശയത്തിൽ എന്തെങ്കിലും അബ്ഡോമിനൽ ക്രാമ്പ്, നിങ്ങൾ വയറിന് എന്തെങ്കിലും ക്രാമ്പ്, വലിച്ചിലോ ബുദ്ധിമുട്ടോ വരുന്ന സമയത്താണ് ഈ ഡൈസൈക്ലോമിൻ ഉപയോഗിക്കേണ്ട ആവശ്യം. നമ്മൾ സാധാരണ കുട്ടികൾ പറയുന്നത് പള്ളവേദന, വയറുവേദന പറയാറില്ലേ, അത്തരം സിറ്റുവേഷനിൽ മേ ബി ഡൈസൈക്ലോമിൻ ഉപയോഗിക്കാം വിത്ത് പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടറുടെ കൺസേൺ ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ ഡൈസൈക്ലോമിൻ മെഫ്റ്റാൽ സ്പാസ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും പല വിധേന മെഫ്റ്റാൽ സ്പാസ് ആണ് അത്തരം വേദനകൾക്ക് ഉപയോഗിക്കാറുള്ളതായിട്ട് കാണപ്പെടാറുള്ളത്. ഒരിക്കലും ആ മരുന്ന് ഉപയോഗിക്കരുത്. മെഫ്നാമിക് ആസിഡ് മാത്രം അടങ്ങിയ മരുന്നുകൾ മാത്രം ഉപയോഗിക്കും. ഇനി ഞാൻ പറഞ്ഞുള്ള ഈ 3 മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല സമയം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് കിഡ്നിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, 2 നിങ്ങളുടെ ദഹന സംബന്ധമായിട്ട് സ്റ്റൊമക്കിൽ അൾസറോ ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. സോ ഫൈനലി ലെറ്റ് മീ കൺക്ലൂഡ്. മെഫ്നാമിക് ആസിഡ് എന്ന് പറയുന്ന പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്, ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. 2 ഐബുപ്രൂഫൻ ആണ്, പെട്ടെന്ന് ആക്ഷൻ കിട്ടണമെങ്കിൽ ഐബുപ്രൂഫൻ ഉപയോഗിക്കാം. 3 നാപ്രോക്സൻ ആണ്. നാപ്രോക്സൻ ലോങ് ആക്ടിംഗ് ആണ്, കുറച്ച് സമയം എടുക്കും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ എടുത്ത ആക്ഷൻ ഒരുപാട് സമയത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇത്രയും കാര്യം നോക്കിയിട്ട് മെഡിസിൻ ഉപയോഗിക്കാം. വീണ്ടും ശ്രദ്ധിക്കുക, അമിതമായിട്ട് മരുന്ന് ഉപയോഗിക്കരുത്. 1, 2, 3 ഡോസ് എടുക്കാം. അതിനപ്പുറത്തേക്ക് വീണ്ടും വേദന വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ടു ദി ഡോക്ടർ ആൻഡ് കൺസൾട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ പെയിൻ ഉണ്ടാവുന്നത് എന്ന് കാര്യം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആവശ്യമായിട്ട് വരും. സോ കൺസിഡർ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി.